മെയ് മാസം 28 ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് സ്പെയിനും അയർലൻഡും നോർവേയും പ്രസ്താവിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആദ്യമായിട്ടാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു പ്രസ്താവന പുറത്തുവരുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും പ്രസ്താവനയോടനുബന്ധിച്ച് സ്ലോവേനിയയും മാൾട്ടയും ഇതിന് പിന്തുണ നൽകുകയും അതിന്റെ തുടർച്ചയായ രീതിയിൽ തങ്ങളും അതിന്റെ പിറകിലുണ്ടാവും എന്ന് പറയുകയും ചെയ്തു. 35,000-ഓളം ഫലസ്തീനികളെ കൂട്ടക്കശാപ്പിന് വിധേയമാക്കിയ ഇസ്രായേലിന് ഇനിയും പിന്തുണ നൽകുക എന്നുള്ളത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ്. അത് തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്ര രാജ്യമാവേണ്ടതാണ്. അവരുടെ ഭൂമിയിലാണ് ഇസ്രായേലിന്റെ കയ്യേറ്റം നടത്തിയത്. എന്തുകൊണ്ട് അവർക്ക് രാജ്യസ്വാതന്ത്ര്യം നൽകുന്നില്ല? എന്തിനാണ് അമേരിക്കയും തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിനെ എതിർക്കുന്നത് എന്ന കാര്യമാണ് സ്പെയിനിന്റെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ അവരുടെ പാർലമെന്റ് തന്നെ ചോദിച്ചത്. വലിയ കരാഘോഷത്തോടു കൂടിയാണ് ഇതിന് പിന്തുണ നൽകിയുള്ള പ്രസ്താവനയും ഈ പിന്തുണയും യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഞെട്ടലായി. ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും, സ്പെയിനിൽ നിന്നും അയർലൻഡിൽ നിന്നും നോർവേയിൽ നിന്നും തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു. എന്നാൽ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമല്ല. അവർ ശമ്പളം കൊടുക്കുന്ന ആളുകൾ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞങ്ങളുടെ നിലപാട് തീരുമാനങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്. 2 സ്റ്റേറ്റ്, ഇരട്ട സ്റ്റേറ്റിന്റെ സംവിധാനമാണ്. ഇസ്രായേൽ ഏതായാലും രാജ്യമായി, പലസ്തീൻ രാജ്യമാവാത്തിടത്തോളം കാലം ഈ പ്രതിസന്ധികളും ഈ വിഷയങ്ങളും ഈ മരണങ്ങളും കൂട്ടച്ചൊരിച്ചിലുകളും നിലനിൽക്കുക തന്നെ ചെയ്യും. അതില്ലാതാവണമെങ്കിൽ ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകണം. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ആര് എതിർക്കുന്നോ ആ എതിർക്കുന്നവരെ എതിർക്കുക എന്നുള്ളത് തങ്ങളുടെ നയ നിലപാടുകളാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അയർലൻഡിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രസ്താവനയിൽ പറയുന്നത്. അപ്പൊ ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ 75 വർഷത്തോളമായി അവർ രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുകയാണ്. അവർക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഒക്ടോബർ 7 അക്രമത്തിന് മുൻപ് ഹമാസോ അല്ലെങ്കിൽ പാലസ്തീനോ പറയുന്ന കാര്യം അങ്ങനെയൊന്നും ലോകം വിശ്വസിച്ചിരുന്നില്ല. കാര്യം ഇസ്രായേൽ പറയുന്നതാണ് സത്യം എന്നാണ് വിശ്വസിച്ചു പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഹമാസ് പറയുന്നതും പാലസ്തീന്റെ അതോറിറ്റി പറയുന്നതുമാണ് യഥാർത്ഥപരമായിരിക്കുന്ന സത്യം. അവർ ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നു. അവർക്ക് ഭക്ഷണവും കുടിവെള്ളവും വസ്ത്രവും വിദ്യാഭ്യാസവും അടങ്ങുന്ന എല്ലാ മേഖലയും ഇസ്രായേൽ തടയപ്പെടുന്നു. ഒരു അടിമ വിഭാഗം ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഉള്ളത്. 21-ാം നൂറ്റാണ്ടിലെ വികസിതമായിരിക്കുന്ന രാജ്യങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചാലും ശരി, UN സഭയിൽ അമേരിക്കയോ അല്ലെങ്കിൽ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ എതിർത്താലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ രാജ്യമായിട്ട് അംഗീകരിക്കുമെന്നാണ് 2024 മെയ് മാസം 28 പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രഖ്യാപനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്തരം അപൂർവപരമായിരിക്കുന്ന നിലപാടുകൾ മാത്രമാണ് രാജ്യത്തിന്റെ ഭാഗത്തുണ്ടായത്. ആഫ്രിക്കയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ 1-2 രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര രാജ്യമാണ് എന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ അന്ന് പ്രസ്താവിച്ചതൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് രാഷ്ട്രം മറ്റുള്ള ഈ പോരാട്ടം നടത്തുന്ന പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന ദേശത്തെ രാജ്യമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഇത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോകത്തിടയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് UN സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്നു. 164 രാജ്യങ്ങളിൽ 138 രാജ്യങ്ങളോളം ഇതിനെ പിന്തുണക്കുന്നു. അവിടെയും വീറ്റോ പവർ അമേരിക്ക ഉപയോഗിക്കുന്നു. ഇത് UN സഭയിൽ എത്ര കാലം ഇങ്ങനെ ഈ പ്രമേയം അവതരിപ്പിച്ചാലും അതിന് പൂർണ്ണമായിരിക്കുന്ന ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതിനേക്കാണ് നല്ലത് വലിയ നയതന്ത്ര ബന്ധം ആ രാജ്യവുമായിട്ടുണ്ടാക്കും. പാലസ്തീനുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കുന്ന അംഗീകാരങ്ങൾ രാജ്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകപരമായ രീതിയിൽ മറ്റു രാജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ ഈ ഒരു പ്രതിസന്ധി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. രാജ്യം അവരെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അവിടെ വിഷയങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അവിടെ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാവും. നയതന്ത്ര ബന്ധത്തോടനുബന്ധിച്ച് തന്നെ രാജ്യങ്ങൾ തമ്മിൽ ആയുധ കൈമാറ്റങ്ങൾ ഉണ്ടാവും, കരാറുകൾ ഉണ്ടാവും, കപ്പലുകൾ ഉണ്ടാവും, യുദ്ധവിമാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ മറ്റൊരു രാജ്യം വേറൊരു രാജ്യത്തിന് വിൽപ്പന നടത്തുകയോ സഹായം നൽകുകയോ ചെയ്യുന്ന സംവിധാനമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഓരോരോ രാജ്യത്തും അവർ നിർമ്മിക്കുന്ന ആയുധങ്ങളല്ല മറ്റുള്ള രാജ്യത്ത് ഒന്നുകിൽ വിലക്ക് വാങ്ങുകയാണ്, അതല്ലെങ്കിൽ താൽക്കാലികപരമായ സഹായത്തിന് നൽകുകയാണ്. അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ പ്രകാരമാണ് ആയുധ കൈമാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഈ മൂന്ന് രാജ്യവും പാലസ്തീനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്ന് മാത്രമല്ല, അത് രാജ്യമായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാവും, ആയുധ കൈമാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ രാജ്യ പുരോഗതിയിലേക്കുള്ള ചുവടുവെപ്പിന് ആരംഭം കുറിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ മൂന്ന് രാജ്യം പറഞ്ഞതോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ദക്ഷിണാഫ്രിക്ക അതിന്റെ പുറകെ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തുർക്കി വരാനുണ്ട്. അങ്ങനെ വ്യത്യസ്ത ലോക രാജ്യങ്ങൾ, ഇറാൻ ഏതായാലും വരും. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും
അത് രാജ്യമായിട്ട് അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത സാഹചര്യങ്ങൾ വരും. അതിർത്തികൾ വരക്കപ്പെടും, അതിർത്തികൾ കാവൽ നിൽക്കപ്പെടും, കാവൽ നിൽക്കുന്ന സൈനികരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആ സമയത്ത് മാത്രമേ അത് രാജ്യമാവുന്നുള്ളൂ. ഇപ്പൊ നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഗസയാണെങ്കിൽ വെസ്റ്റ് ബാങ്ക് ആണെങ്കിൽ ആ നോക്കുന്ന സമയത്ത് രാജ്യാതിർത്തി കൃത്യമായി വരച്ചിട്ടുണ്ടെങ്കിലും അതിർത്തിയിൽ കാവലില്ല എന്നുള്ളതാണ്. കാവലുള്ളവരുടെ കയ്യിൽ ആയുധങ്ങളുമില്ല. അതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ പ്രത്യേകിച്ച് ഒരു സമയ നിശ്ചയം ഇല്ലാത്ത രീതിയിൽ തന്നെ ഇസ്രായേലിന്റെ സൈനികർക്ക് യഥേഷ്ടം ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഇരച്ചു കയറാൻ വേണ്ടി കഴിയും. അങ്ങനെ അവർ കയറുന്നുണ്ട്. അങ്ങനെയാണ് അവർ പാലസ്തീനുകളെ പിടിക്കുന്നത്, വെടിവെച്ച് കൊല്ലുന്നത്, കൂട്ടക്കൊല ചെയ്യുന്നത്. ആ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് കയറിയിട്ടാണ്. എന്തുകൊണ്ട് അകത്ത് കയറിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യമായിട്ട് നിലനിൽക്കില്ല. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, സൈനിക സംവിധാനങ്ങളില്ല, പ്രതിരോധ സംവിധാനങ്ങളില്ല. അങ്ങനെ രഹസ്യമായ രീതിയിൽ ആ പ്രവൃത്തി ചെയ്യുന്നത് ഹമാസ് ആണ് എന്ന് മാത്രം. അതും ഒരു സൈനിക വിഭാഗമായിട്ട്, പാലസ്തീന്റെ സൈനിക വിഭാഗമായിട്ട് ഹമാസിനെ ലോകം അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ പാലസ്തീൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ ഈ സൈനിക വിഭാഗമായിട്ട്? ഇല്ല. പോരാടുന്ന ഒരു കൂട്ടം പോരാളികളായിട്ട് മാത്രമാണ് അംഗീകരിച്ചത്. അത് പോരാ. അവർക്ക് എന്ത് ചെയ്യാറ്? മാറ്റങ്ങൾ ഉണ്ടാവണം. അത് രാജ്യമായിട്ട് നിലനിൽക്കണം. അവർക്ക് സ്വതന്ത്രപരമായ രീതിയിൽ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശം മറ്റൊരു രാജ്യത്തെ പോലെ അവർക്കും ഉണ്ടാവണം. അങ്ങനെയാണ് സ്പെയിനും അയർലൻഡും നോർവേയും ഈ കാര്യം തുറന്നു പറഞ്ഞത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭിപ്രായം പറയുന്ന സമയത്താണ് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക. അത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ ചുണ്ടി ഉണ്ടാവും. അത് ആ വിഷയത്തിൽ ഇടപെടാൻ പറയും, ആ വിഷയത്തിൽ ഇടപെടും, നിലപാട് മാറ്റാൻ വേണ്ടി പറയും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക ഉണ്ടാക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾ നോക്കി നിൽക്കുന്നത്. ഇത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് തുടക്കമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.